റഷ്യൻ ആക്രമണത്തിന് മറുപടിയുമായി റഷ്യയിലെ റിഫൈനറികളും ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളും ആക്രമിച്ച യുക്രൈൻ സേന. യുക്രൈൻ മോശമല്ല, മോസ്കോയിലെ വിമാനത്താവളമൊക്കെ അടച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിവരങ്ങൾ? കാര്യം റഷ്യ ചെറുതായി കണ്ടു യുക്രൈനെ, എന്നാൽ യുക്രൈൻ കണക്ക് തീർക്കുന്ന പോലെ തിരിച്ചടിക്കുന്നു. ഇതിനൊരു പ്രത്യേക കാരണം തന്നെയുണ്ട്. ഇതുവരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യയുടെ ഉള്ളിൽ കയറി ആക്രമിക്കരുത്, ഞങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കരുത്. അതിൽ അറ്റക്കാംസ് എന്ന് പറഞ്ഞ് 4000-5000 കിലോമീറ്റർ ഉള്ളിൽ കയറി ആക്രമിക്കാൻ പറ്റുന്ന ലോങ് റേഞ്ച് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുതെന്ന് അമേരിക്ക വാൺ ചെയ്യുകയും അത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനിടയിൽ ഇപ്പോൾ ട്രംപ് നിലപാട് മാറ്റി പറയുന്നു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ റഷ്യയുടെ ഉള്ളിൽ കയറി ആക്രമിക്കണം, അപ്പുറത്ത് കയറി ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞ് ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഇവര് ഫ്ലെമിംഗോ എന്ന പേരിൽ ഉക്രൈൻ 9 മാസം കൊണ്ട് ഒരു ദീർഘദൂര മിസൈൽ അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഫ്ലെമിംഗോ പക്ഷിയുടെ പേരാണ്. അത് 3000 കിലോമീറ്റർ റഷ്യയുടെ ഉള്ളിലേക്ക് ചെന്ന് തകർക്കും. എന്തായാലും മിസൈലുകൾ അയച്ചു, ഡ്രോണുകൾ അയച്ചു. റഷ്യയുടെ 10% റിഫൈനറികൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയുമായി ആക്രമണം നടന്നു എന്നാണ് ബോധ്യമാകുന്നത്. അവിടെ റഷ്യയിലെ ഏറ്റവും വലിയ റിഫൈനറി വരെ തകർന്നു. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് 35% എണ്ണ വരുന്നത് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ആ ആക്രമണങ്ങളെ അത്ര വലിയ രീതിയിൽ കാണാൻ പറ്റില്ല. എന്തായാലും ഉക്രൈൻ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. റഷ്യക്ക് വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. റഷ്യയാണെങ്കിൽ കിഴക്കൻ ഉക്രൈനിൽ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ട്രംപ് അടക്കമുള്ളവർ മൗനം പാലിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭീഷണി ഇപ്പോൾ റഷ്യക്കെതിരെ പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിട്ടുമുണ്ട്. ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യ കൂടി മനസ്സ് വയ്ക്കണം എന്ന രീതിയിലാണ് SKN. ഓക്കെ, താങ്ക് യു ബിബി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.